ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഉണക്കമുന്തിരി എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്. പൂപ്പലൊന്നും കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നല്ല സിമ്പിളാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുന്തിരി ആയാലും കറുത്ത മുന്തിരി ആയാലും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മുന്തിരിങ്ങ എടുക്കുമ്പം കുരു ഇല്ലാത്ത മുന്തിരിങ്ങയാണ് നല്ലത്, അല്ലെങ്കിൽ ഉണങ്ങി കഴിയുമ്പോൾ അതിനകത്ത് കുരു കാണും. ആദ്യം നമുക്ക് മുന്തിരിങ്ങ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. മുന്തിരിങ്ങ നമുക്ക് ഇതിലിട്ട് തിളപ്പിച്ചെടുക്കണം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ എടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മുന്തിരിങ്ങ ഇട്ടപ്പോൾ പാത്രത്തിൻ്റെ താഴെയാണ് കിടക്കുന്നത്. ഇത് കറക്റ്റ് പാകമായി വരുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിലോട്ടായി വരും കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുന്തിരിങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കളറും മാറിയിട്ടുണ്ട്. നേരത്തെ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തപ്പോൾ പാത്രത്തിൻ്റെ താഴെയാണ് കിടന്നത്. ഇപ്പോൾ ഇതാ നോക്കിക്കേ, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, മുന്തിരിങ്ങ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു അരിപ്പയിൽ വല്ലതും ഒഴിച്ചിട്ടൊന്ന് വെള്ളം വാർത്ത് കളയാം. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ തുണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുന്തിരിങ്ങ അതിൽ നിരത്തി ഇട്ട് കൊടുക്കുക. മുന്തിരിങ്ങ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇരിക്കരുത് കേട്ടോ, നല്ല വിതറി തന്നെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ടാണ് പാത്രത്തിലിട്ടത്, അല്ലെങ്കിൽ ഒരു മുറത്തിലോ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിരത്തിയിട്ടാലും മതി. ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ നിരത്തിയൊക്കെ ഇടുമ്പോൾ ഒട്ടും വെള്ളം നനവില്ലാത്ത ഒരു സ്പൂണൊക്കെ കൊണ്ട് നിരത്തിയിടുക, അല്ലെങ്കിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നല്ല വെയിലുള്ള സമയത്ത് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. 2 ദിവസം കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഉണങ്ങി വരും. എന്നാലും ഒരു ദിവസം കൂടെ എക്സ്ട്രാ ഉണക്കിയെടുക്കണം കേട്ടോ. മഴക്കാലത്തൊന്നും നമ്മളിത് ചെയ്യരുത്, എന്നാൽ പൂപ്പൽ വരും. അപ്പോൾ ഇതാ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. മുന്തിരിങ്ങ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ എടുത്തപ്പോൾ കുറേ മുന്തിരിങ്ങ ഉള്ള പോലെ തോന്നി, ഉണങ്ങി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഉണക്കമുന്തിരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് രൂപയാവുന്നതെന്ന്. കുറേ ഉണക്കിയാൽ മാത്രമേ കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ മുന്തിരിങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് മുന്തിരിങ്ങ നമുക്ക് കിട്ടും. ചിലപ്പോൾ കഴിക്കാനും ഇഷ്ടമുണ്ടാവില്ല, പുളിയൊക്കെ കൂടുതലാണെങ്കിൽ. ആ സമയത്ത് ഇതുപോലെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. ഇനി നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളം നനവില്ലാത്ത കുപ്പിയിലിട്ടിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. കുറേ കാലം ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.